പറയുന്നത് എന്താണ്? ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ജുമഅക്ക് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, ജമാഅത്തിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, പെരുന്നാളിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു. അതൊക്കെ വ്യഭിചാരം ചെയ്താൽ കുളിക്കണമെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാമെന്നാണ് അർത്ഥം എന്നാ മുസ്ലിയാർ ചോദിച്ചത്. മുസ്ലിയാരെ, വ്യഭിചാരം ചെയ്യുന്നവൻ പാലിക്കേണ്ട മര്യാദ ഒരു കിതാബിലും ഇല്ല. വ്യഭിചാരം ചെയ്യാൻ പോകുന്നവൻ ഇതാ ഇന്നയാള് വ്യഭിചാരം ചെയ്യാൻ പോവാണ്, അപ്പൊ ഷെയ്വ് ചെയ്യണം, സുഗന്ധദ്രവ്യം ഉപയോഗിക്കണം, സ്ത്രീയെ ആകർഷിക്കുന്ന വസ്ത്രം ധരിക്കണം, ഒരു കിതാബിലും ഇല്ല. ഇവിടെയോ പെരുന്നാൾ നിസ്കരിക്കാൻ, ജുമ നമസ്കരിക്കാൻ പോകുന്നവരിക്കാണ് ഇമാം ഷാഫി പറഞ്ഞത്. എന്നിട്ടോ ദൂരയാത്രക്ക് പോകുമ്പോ, മഹറമില്ലാത്ത യാത്രക്ക് പോകുമ്പോ ആ യാത്രയെക്കുറിച്ച് ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞത് എടുത്തുവെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ ചോദിക്കണെന്ത്, ആ വ്യഭിചാരത്തിന് പിന്നെ കുളിക്കണം പറഞ്ഞിട്ടുണ്ട് വ്യഭിചാരം നടത്തിയാൽ, പക്ഷെ വ്യഭിചാരത്തിന്റെ ആദാബ് മര്യാദ എവിടെയും പറയലില്ല. വ്യഭിചാരം നടത്തുമ്പോ അതിന്റെ അദബ് മര്യാദ എങ്ങനെയെന്നുള്ളതൊന്നും ആരും പറയാറില്ല സുന്നികളെ എന്നാ പറഞ്ഞു. വല്ലാത്തൊരു ഈ മൗലവിക്ക് തിരിയണ്ടേ, ഈ മൗലവിക്ക് കിതാബോധി പരിചയം വേണ്ടേ? വ്യഭിചാരം നടത്തുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയിട്ടുണ്ട്. കള്ള് കുടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ പാടുണ്ടോ ഇല്ല ഇമാമിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് മൊഴന്തല്ലേ, ഇത് മുഴന്തല്ലേ, ഇത് പറഞ്ഞാൽ ആരും ഒന്നും മറുപടി പറയാനുണ്ടാവില്ല എന്ന് കരുതിച്ചു വരുന്നതാ. വ്യഭിചാരത്തിന്റെ ആദാബും മര്യാദയൊന്നും ആരും അവിടെയും പറയാറില്ല. അഹ്സനി അതെങ്കിലും പഠിച്ചിട്ട് വാൻ. കഴുതക്കാമം കരഞ്ഞു തീർക്കാന്നല്ലാതെ. എടോ മൗലവി, വിവരം വേണം. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പഠിച്ചോ, വിവരല്ലെങ്കിൽ പഠിച്ചോ. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ആ സ്ത്രീ മുമ്പിൽ നടക്കുമ്പോ ആ സ്ത്രീയുടെ കാലിന്റെ അടിഭാഗം കാണുകയാണെങ്കിൽ അവളോട് പറയണമെന്നാ. അതുവരെ ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാത്തതിന് എന്ത് ചെയ്യാനാ? നിന്റെ കാലിന്റെ അടിഭാഗം കാണുന്നുണ്ട്, അത് കാണാൻ പാടില്ല. സംഗതി കൊണ്ടാണോ വ്യഭിചാരത്തിനാ? പക്ഷെ അത് രണ്ടും രണ്ട് ഭാഗമാണ്, ജിഹ മുൻഫൊക്കെയാണ്. സമയത്ത് വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണാണ് എന്ന് കരുതി ആ പെണ്ണിനെ നോക്കൽ ജായിസല്ല. ഇത് തിരിയണ്ടേ? എന്നിട്ട് ഇയാൾ പറ വ്യഭിചരിക്കുന്നതിന്റെ ആദാബും മര്യാദയൊന്നും എവിടെയും പറയലില്ല എന്ന് പറഞ്ഞിട്ട് ഹാലൽ കാണാം, ബളബളടിക്കാം. കള്ളുടിക്കുന്ന സമയത്ത് ബിസ്മി എല്ലാം പറ്റുമോ?